theta sin square theta plus sin theta plus cos square theta is equal to 2. Answer 90. 90 വരുന്ന ഇത് നമ്മൾ ചേരുമ്പോൾ ഓൾറെഡി എത്രയായി? sin square theta plus cos square theta ആരായി? 1. അപ്പൊ ഇയാൾ 1 ആയി. അപ്പൊ ഇയാളോട് ചേർന്ന് 1 ആകുമ്പോഴാണ് ടോട്ടൽ ആരാകുന്നത്? അപ്പൊ sin theta വാല്യൂ എത്ര ആകണം? 1 ആകണം. അത് തീറ്റ എത്ര ഡിഗ്രി ആകുമ്പോഴാ? 90. അപ്പൊ തീറ്റയുടെ വാല്യൂ 90 ആകുമ്പോൾ sin 91. ഇത് നമ്മൾ ചേരുമ്പോൾ 1. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടും? 2. അപ്പൊ തീറ്റയുടെ വാല്യൂ ഏതാണ്? 90 degrees. In triangle ABC, angle A equal to 90 degree. Angle A equal to 90 degree. Tan C equal to root 3. Tan C equal to root 3. Find tan B. Tan B is sin B. Find sin B plus cos C minus cos square B. Sin B plus cos C minus cos square B. In triangle ABC, angle A 90, tan C equal to root 3. Find the sin B plus cos C minus cos square B. Okay, in triangle ABC, angle A 90. Then triangle ABC, angle A 90. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ബിയും സിയും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി tan C is root 3. Tan C is root 3. അപ്പൊ സി എന്ന് പറഞ്ഞ ഡിഗ്രി അവിടെ നിന്ന് ഒരാൾക്ക് പറയാൻ പറ്റണം 6. അപ്പൊ സി എത്ര? ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുകയല്ല വേണ്ടത്. എക്സാം അല്ലെ tan C root 3 അങ്ങനെ സൈന് കോസ് ടാന് ഏതെങ്കിലും ആൻസർ ഇങ്ങനെ അറിയാവുന്ന വാല്യൂ ആണെങ്കിൽ അവിടുന്ന് ഡിഗ്രി കിട്ടും. ഇപ്പൊ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ അതിന് ഡിഗ്രി ഉണ്ട്. ഏത് ഡിഗ്രിയാ? 6. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രി ആയി? 30. ഇപ്പൊ എല്ലാ ആംഗിളും ആയില്ലയോ? ഇനി അവർക്ക് സൈൻ ബി. അപ്പൊ ചാൻസ് അപ്പൊ എങ്ങനെ കിട്ടും നോക്കിക്കേ. ഇവിടെ എത്ര വാല്യൂസ് ആണെന്ന് നിങ്ങൾക്ക് വേണേ പറയാം. സൈൻ ബി എന്ന് പറയുമ്പോ എത്ര മോനെ? സൈൻ 30. കോസ് സി എന്ന് പറയുമ്പോ എത്ര മോനെ? കോസ് 60 മൈനസ് കോസ് സ്ക്വയർ ആരെന്ന് വരും? ആരാ? 30. ഇനി വാല്യൂസ് കൂടെ കണ്ടുപിടിക്കാം. സൈൻ 30 എത്ര? 1/2. കോസ് 60 എത്ര? 1/2. കോസ് സ്ക്വയർ 30 root 3/2 the whole square. Okay, ഇത്രയും ചെയ്യണേ. ആൻസർ 1/2 plus 1/2 1 minus 3/4. Find answer is 1/4. Cos of alpha plus beta 0. അങ്ങനെയാണെങ്കിൽ cos of alpha plus beta by 2 equal to dash. Cos of alpha plus beta equal to 0. Then cos of alpha plus beta by 2 equal to dash. Okay, ശ്രദ്ധിച്ചോ മോനെ? എപ്പോഴും ഓർക്കണം. ഞാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ല, സൈന് കോസ് ടാൻ ഈക്വൽ ടു ഈ നമ്പർ ശ്രദ്ധിക്കണം. 0 ടേബിളിലുള്ളതാണോ നോക്കണം. 0 ടേബിളിലുള്ളതാണോ അല്ലയോ? ആണ്. ഏത് ഡിഗ്രിക്കാ? 90. അപ്പോൾ cos of alpha plus beta 0 ആകുമെന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ ഡിഗ്രി എത്ര ആകുന്നു? 90 ഡിഗ്രി ആണെന്ന് അർത്ഥം. ആൽഫ പ്ലസ് ബീറ്റ ഒരുമിച്ച് എത്ര ഡിഗ്രിയാ? 90. അല്ലെങ്കിൽ കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് ആര് ബൈ 2 എന്നാ? 90/2. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ആരെന്ന് പേര് കൊടുക്കാം? 90. അപ്പൊ 90/2. 90/2 എത്ര മോനെ? 45. ആൻസർ ആരായി? 1/√2. ഇങ്ങനെ കിട്ടണം കേട്ടോ. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. അടുത്തത്, if cos theta is equal to √3/2, then cosec square theta minus sec square theta by cosec square theta plus sec square theta.
cos theta √3/2. ഇവിടെയും നോക്കിക്കേ √3/2 വാല്യൂ ഉള്ളതാ. ഏതാ? cos theta √3/2 വരുന്ന ഏത് ഡിഗ്രിക്കാ? അങ്ങനല്ലേ? ഏത് ഡിഗ്രിക്കാ? 30 ഡിഗ്രി. അപ്പൊ നമുക്ക് തീറ്റ ഈക്വൽ എത്ര ഡിഗ്രി എന്ന് എഴുതാം? 30. അപ്പൊ ഇവിടുത്തെ ഈ തീറ്റ രണ്ടിടത്ത് എല്ലാം ആരെന്ന് കൊടുക്കണം? 30 എന്ന് കൊടുത്ത് ആൻസർ ചെയ്യണം. cosec സ്ക്വയർ 30, sec സ്ക്വയർ 30. ആൻസർ cosec സ്ക്വയർ 30 minus sec square 30 by cosec square 30 plus sec square 30. cosec square 30 എന്ന് പറയുമ്പോൾ sin 30യുടെ റെസിപ്രോക്കലാ. അപ്പൊ 2 സ്ക്വയർ എന്ന് വരും. sec square 30 എന്ന് പറയുമ്പോൾ ആരുടെ സ്ക്വയർ വരും? 2/√3 the whole square. cos 30യുടെ കണ്ടോ റെസിപ്രോക്കൽ. അടുത്തത് പ്ലസ് ഇട്ടങ്ങ് എഴുതിയാൽ മതി. 2 സ്ക്വയർ പ്ലസ് 2/√3 the whole square. സിംപ്ലിഫൈ ചെയ്തെടുത്തേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ 1/2 കിട്ടും. അടുത്തൊരു നല്ല ദിവസം എഴുതിക്കാൻ മോനെ. if sin x plus cos y equal to 1, x equal to 30 degree, then y equal to dash. Y is equal to dash. x equal sin x plus cos y equal to 1 and x is equal to 30 degree. 30 degree. Then y is equal to dash. അപ്പോൾ sin x plus cos y equal to 1. x ന് ആരെന്ന് കൊടുക്കാം? 30 degree plus cos y equal to 1. sin 30 എത്രയാണെന്നപ്പോ എഴുതണം? എത്ര sin 30? 1/2. 1/2 plus cos y equal to 1 or cos y equal to 1 minus 1/2 or cos y equal to 1/2. y equal എത്ര ഡിഗ്രിയാ? 60. അത് ഇവിടെ വെച്ചാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ എളുപ്പമല്ലേ? sin x ന്റെ വാല്യൂ 30 ഡിഗ്രി എടുക്കുമ്പോൾ എത്ര കിട്ടി? 1/2 sin 30. അപ്പം 1 ആകണമെങ്കിൽ ഇയാൾ എത്ര വരണം? 1/2. അപ്പൊ y ഡിഗ്രി എത്ര? കോസിന്റെ വാല്യൂ 1/2 വരണമെങ്കിൽ y എത്ര? അങ്ങനെയൊക്കെ ചിന്തിക്കാം. പിന്നെ ഇത് ചുമ്മാ ചെയ്ത് കാണിച്ചല്ലേ ഉള്ളൂ കേട്ടോ.